Hi everyone, this is Abinsu from Evika. അങ്ങനെ iOS 27 ബേറ്റ 3 ആപ്പിൾ ഇപ്പോൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ഏകദേശം 10.44 GB എൻ്റെ ഐഫോൺ 17 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഇതേപോലെ ഒരു ഹ്യൂജ് അപ്ഡേറ്റ് സൈസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ കുറേ പുതിയ ബേറ്റാസ് റിലീസ് ചെയ്യുന്നുണ്ട്. iPadOS, macOS, visionOS, tvOS, watchOS എന്നിങ്ങനെ കുറേ പുതിയ ബേറ്റാസും അതിൻ്റെ കൂടെ തന്നെ iOS 26.6ൻ്റെയും പുതിയ ബേറ്റാസും ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമുക്ക് iOS 27 പറ്റി സംസാരിക്കാം. ഇതേപോലെ ആപ്പിൾ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഇതേപോലെ കിടിലൻ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. സോ ദിസ് ഇസ് എബിൻ സേവിയ. വെൽക്കം ബാക്ക് ടു എവിക്ക. ഏറ്റവും ആദ്യം തന്നെ ഈ ഒരു അപ്ഡേറ്റിൻ്റെ ബിൽ നമ്പറിൽ സ്റ്റാർട്ട് ചെയ്യാം. നേരെ സെറ്റിങ്സിലേക്ക് പോകാം. സെറ്റിങ്സിൽ ഈ പറയുന്ന ജനറൽ എടുക്കാം. ജനറൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ് ടു ഡേറ്റ് എന്നിട്ട് മോർ ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ iOS 27 ഉണ്ട്. അവിടെ ഒന്നുകൂടെ ടാപ്പ് ചെയ്യാം. 24A5380H എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ആൽഫബറ്റ് എൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് ഒഫീഷ്യൽ അപ്ഡേറ്റിൻ്റെ അടുത്തെത്തി എന്ന് പറയാൻ പറ്റുന്നത്. സോ എന്നാണ് ഒഫീഷ്യൽ അപ്ഡേറ്റ്, ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയുടെ അവസാനം പറയാം. അതോടൊപ്പം തന്നെ ഈ ഒരു അപ്ഡേറ്റിൽ പുതിയ ഒരു മോഡേൺ ഫേംവെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കുറയാനും ഈ ഒരു അപ്ഡേറ്റിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ഒരു അപ്ഡേറ്റിൽ വന്ന മാറ്റങ്ങൾ നമുക്ക് ആപ്പിൾ മ്യൂസിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ആപ്പിൾ മ്യൂസിക് എടുക്കാം. നൗ പ്ലേയിങ് ബാർ എടുക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നൗ പ്ലേയിങ് ബാറിൽ ഫേവറേറ്റ് ജസ്റ്റ് ഒരു സ്റ്റാർ മാത്രമായിട്ട് ആപ്പിൾ മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഒരു ചെറിയ റൗണ്ട് റിങ്ങും അതിൻ്റെ ഉള്ളിലായിരുന്നു ആപ്പിളിൻ്റെ ആ ഒരു ഫേവറേറ്റ് ഐക്കൺ കൊണ്ടുവന്നത്. അത് ആപ്പിൾ മാറ്റിയിട്ടുണ്ട്. അതോടൊപ്പം സെർച്ച് ബാറിൽ ഈ ഒരു സെർച്ച് ബാർ ടാബില്ലേ, ഈ ഒരു ടാബ് ഇപ്പോൾ അവിടെ ഫിക്സ്ഡ് ആണ്. അതുകൊണ്ടോ നിങ്ങൾ സ്ക്രോൾ ചെയ്താലും ആ ഒരു സെർച്ച് ബാർ അവിടെ ഉള്ളതുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാനും ബാക്കി കാര്യങ്ങൾ ആക്സസ് ചെയ്യാനും എളുപ്പമുണ്ട്. കൺട്രോൾ സെൻറ്റർ എടുക്കുമ്പോൾ കൺട്രോൾ സെൻറ്ററിൽ ചില യൂസേഴ്സിന് ഇവിടെ ജിയോ 5G എന്നുണ്ട്. അതിപ്പം 5G+ എന്നും കാണിക്കുന്നുണ്ട്. ഇറ്റ്സ് ഡിപ്പെൻഡിങ് ഓൺ ദ കാരിയർ. നിങ്ങൾക്ക് ഈ ഒരു കൺട്രോൾ സെൻറ്ററിലും ആ ഒരു ചെറിയ ചേഞ്ച് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആപ്പ് ഐക്കൺസിലും രണ്ടൊന്നും ചേഞ്ച് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. നേരെ നമ്മൾ റിമൈൻഡർ ആപ്പ് എടുക്കാം. റിമൈൻഡർ ആപ്പ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് നോക്കാൻ മനസ്സിലാവും. ആ 3 ഡോട്ട്സ് ഇല്ലേ, ബ്ലൂ, റെഡ്, ഓറഞ്ച്, ആ 3 ആപ്പിൻ്റെ ഡോട്ടുകൾക്കും ചെറിയൊരു ചേഞ്ച് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം ഫീഡ്ബാക്ക് ആപ്പ് ഒരു ഗ്രേഡിയൻ്റ് ആയിരുന്നു ലാസ്റ്റ് അപ്ഡേറ്റ് വരെ. ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ഐക്കണിലേക്ക് ആപ്പിൾ ഫീഡ്ബാക്ക് ആപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സിറിയിൽ വന്ന കുറച്ചധികം മാറ്റങ്ങളുണ്ട്. കുറച്ചധികം മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് റെസ്പോൺസീവ്നെസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു സെലക്റ്റഡ് ഡിവൈസുകൾക്ക് ഓൺലി. ആ റെസ്പോൺസീവ്നെസ്സും ആപ്പിൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് റെസ്പോൺസ് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളില്ല. പക്ഷേ സെലക്റ്റഡ് ഡിവൈസുകൾക്ക് ആ ഒരു സിറിയുടെ ടോണും ഫ്രേസിൻ്റെ ആ ഒരു ഡെപ്തും നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ അമേരിക്കൻ ഇംഗ്ലീഷിലും മാത്രമാണ് അവൈലബിൾ ആവുന്നത്. ബൈ ഫാർ ഇനി ഇവഞ്ചലി വരുന്ന എല്ലാ പുതിയ അപ്ഡേറ്റ്സിലും പുതിയ പുതിയ ലാംഗ്വേജ് ആപ്പിൾ കൊണ്ടുവരും. അതോടൊപ്പം ആപ്പിളിലെ സിറിയിലെ ചെറിയൊരു UI ചേഞ്ച് കുറച്ചുകൂടെ ഗ്ലോവർ ആക്കിയിട്ടുണ്ട്. ഞാനിപ്പോൾ എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇതെടുത്തു. സിറിയുടെ പുതിയ ആ ഒരു നമ്മുടെ ഡൈനാമിക്കൽ ലോഗോ ഇല്ലേ, അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിൻ്റെ അടിയിൽ നല്ല റിഫ്ലക്ഷനാണ് വരുന്നത്. ഈ ഒരു റിഫ്ലക്ഷൻ നോക്കുമ്പോൾ മനസ്സിലാവും കറക്റ്റായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ആ ഒരു ഡെപ്തും അതോടൊപ്പം സംസാരിക്കുന്ന ആ ഒരു ഇക്വലൈസറും നല്ല ഡെപ്തും ഷാഡോയിലുമാണ് ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് വരുന്നത്. അടുത്തത് നമുക്ക് ഇൻഡെക്സ് തിരിച്ചു വന്നിട്ടുണ്ട്. യെസ്, കുറേയധികം കൂട്ടുകാർക്ക് പ്രാന്ത് കയറിയൊരു ഓപ്ഷനായിരുന്നു, അല്ലെങ്കിൽ പ്രാന്ത് കയറിയൊരു കാര്യമാണ് ഈ ഒപ്റ്റിമൈസിങ് അല്ലെങ്കിൽ ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങളുടെ ഫോൺ നോർമലായിട്ട് യൂസ് ചെയ്യാം, ഇൻഡെക്സ് ബാക്ക്ഗ്രൗണ്ടിൽ നടക്കും. ഫോൺ കുത്തിയിട്ട് പെട്ടെന്ന് നടക്കുന്നതാണ്. ഇവിടെ ലേൺ മോർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ആപ്പിളിൻ്റെ പേജിലേക്ക് പോകും. പക്ഷേ ആ ഒരു പേജ് ആപ്പിളിന് പോലും ഫൗണ്ട് ചെയ്തിട്ടില്ല. മേ ബി ഇതൊരു ബഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു കാര്യം കറക്റ്റായിട്ട് ആക്യുറേറ്റ് ആക്കാത്തതുകൊണ്ടായിരിക്കാം ഈ ഒരു ഓപ്ഷൻ ഇങ്ങനത്തെ ഒരു ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള എറർ കാണിക്കുന്നത്. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് വാൾപേപ്പറിലെ ഡെപ്ത് എഫക്റ്റ് ആണ്. ഇതൊരു ബഗ്ഗാണോ അല്ലെങ്കിൽ ആപ്പിൾ കുക്ക് ചെയ്താണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് നമ്മുടെ ലോക്ക് സ്ക്രീൻ എടുക്കുകയാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ഡെപ്ത് എഫക്റ്റ് ഉള്ളതുകൊണ്ട് ആ ഒരു വാൾപേപ്പർ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഇവിടെ എൻ്റെ കൺട്രോൾ സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ഈ സെറ്റിങ്സ് ഉണ്ട്. പക്ഷെ പൊക്കത്തേക്ക് നോക്കുന്നുണ്ടോ, കറക്റ്റ് നല്ല അഡാപ്റ്റീവ് ആയിട്ടാണ് ആ ഒരു ഡെപ്ത് എഫക്റ്റ് വാൾപേപ്പർ ഇവിടെ പ്രൊമനൻ്റ് ആയിട്ട് വരുന്നത്. ഇത് ഡെപ്ത് എഫക്റ്റ് വാൾപേപ്പറിൽ മാത്രമാണ് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. സാധാ വാൾപേപ്പേഴ്സിലൊന്നും
നിങ്ങൾക്ക് ലഭിക്കില്ല. ഡെപ്ത് എഫക്റ്റ് ആയിട്ടുള്ള വാൾപേപ്പേഴ്സിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു ചേഞ്ച് കറക്റ്റായിട്ട് മനസ്സിലാവും. സോ ഇതേപോലത്തെ കിടിലൻ വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ എവിക്കയുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിലുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. എന്തായാലും ഫോളോ ചെയ്യുക. അതോടൊപ്പം ഫൈൻഡ് മൈയിൽ കുറച്ച് പുതിയ ഓപ്ഷൻസ് ഒന്നുണ്ട്. ഇവിടെ സ്പ്ലാഷ് സ്ക്രീൻസ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ ഷെയറിങ്ങും അതോടൊപ്പം റീഡിസൈൻഡ് ആയിട്ടുള്ള ആപ്പിൾ വാച്ച് ആപ്പും ലൊക്കേഷൻ ഇംപ്രൂവ്മെൻറ്റ്സും ഇവിടെ പുതിയ ഫൈൻഡ് മൈയിൽ ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. ഈ ഓരോ ചേഞ്ചസും നമ്മുടെ പ്രൈവസിയും അതോടൊപ്പം നമ്മുടെ ലിമിറ്റേഷൻസ് അനുസരിച്ചും നമുക്ക് റെഫർ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഓരോ പുതിയ ചേഞ്ചും ആപ്പിൾ ഫൈൻഡ് മൈയിലും കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഈ ഒരു അപ്ഡേറ്റിൽ വന്ന ബഗ് ഫിക്സസ് എന്തൊക്കെയാണെന്ന് വയ്ക്കാം. ഒന്നാമത്തെ എയർപ്ലേ എന്ന് പറയുന്നത്. എയർപ്ലേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മുടെ ആപ്പിൾ മ്യൂസിക് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഏതെങ്കിലും എയർപ്ലേ ഡിവൈസസ് ഇപ്പോൾ ഹോം പോഡോ അങ്ങനെ എന്തെങ്കിലും ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും. പക്ഷേ അതെ ആപ്പിൾ മ്യൂസിക് ഞാൻ ക്ലോസ് ചെയ്തു, ഞാൻ റീറ്റെയിൻ എടുക്കുമ്പോൾ പിന്നെ ആ ഒരു കാര്യം തിരിച്ചു വരുന്നില്ല. അത് ഓട്ടോമാറ്റിക്കലി ആപ്പിളിൻ്റെ എയർപ്ലേ ഡിവൈസുകൾ കണക്റ്റ് ആവുന്നില്ല. ഞാൻ ഈ പറഞ്ഞ യൂട്യൂബ് മ്യൂസിക് എടുക്കുകയാണ്. യൂട്യൂബ് മ്യൂസിക് എടുക്കുമ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ ഒരു എയർപ്ലേ ഡിവൈസ് കണക്റ്റ് ആയിരിക്കുന്നത്. ആപ്പിളിൻ്റെ ഈ പറഞ്ഞ ഹോം പോഡ് മിനി ഓട്ടോമാറ്റിക്കലി കണക്റ്റായി. അത് ചില ഡിവൈസുകളിൽ അല്ലെങ്കിൽ ചില ആപ്ലിക്കേഷനിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നില്ല. എസ്പെഷ്യലി നിങ്ങൾ ആദ്യം കണ്ടപോലെ ആപ്പിൾ മ്യൂസിക് അതിൻ്റെ ഇൻബിൽഡ് ആപ്പിൾ മ്യൂസിക്കിൽ വർക്ക് ആവുന്നില്ല. പക്ഷേ തേർഡ് പാർട്ടി ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ അത് വർക്ക് ആവുന്നില്ല. പക്ഷേ ലാസ്റ്റ് അപ്ഡേറ്റിൽ iOS 27 ബീറ്റ 2 എനിക്ക് ഒരു ആപ്ലിക്കേഷനിലും ഈ ഒരു ഓട്ടോ എയർപ്ലേ കണക്ഷൻ വരുന്നുണ്ടായിരുന്നില്ല. ഇൻക്ലൂഡിങ് യൂട്യൂബ് മ്യൂസിക്കിലും അത് വരുന്നുണ്ടായിരുന്നില്ല. അതിപ്പോൾ റിസോൾവ് ആയിട്ടുണ്ട്. അതോടൊപ്പം സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സിലും കുറേ യൂസേഴ്സിന് പ്രശ്നമുണ്ട്. നേരെ സെറ്റിങ്സ് എടുക്കാം. സൗണ്ട് ആൻഡ് ഹാപ്റ്റിക്സ് എടുക്കുമ്പോൾ iOS 27 തൊട്ടാണ് നമുക്ക് ഇനി മുതൽ ഈ പറഞ്ഞ ടൈമിൻ്റെയും അലാറത്തിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ്റെ ഒക്കെ റിംഗ് ടോണിൻ്റെ സൗണ്ട് അല്ലെങ്കിൽ അലാറത്തിൻ്റെ ഒക്കെ സൗണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്നത്. പക്ഷേ എന്തെങ്കിലും നോട്ടിഫിക്കേഷൻ സൗണ്ട് കുറച്ച് മതി എന്ന് പറയുമ്പോൾ ആ നോട്ടിഫിക്കേഷൻ സൗണ്ട് കുറച്ചിടും. എന്നാലും ചില സൗണ്ടുകൾ വരും അല്ലെങ്കിൽ ചില നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ആ നോട്ടിഫിക്കേഷൻ സൗണ്ട് പ്രൊമനൻ്റ് ആയിട്ട് കേൾക്കുന്ന ഒരു ബഗ് ലാസ്റ്റ് അപ്ഡേറ്റിൽ ഉണ്ടായിരുന്നു. ഈ ഒരു അപ്ഡേറ്റിൽ ആ ഒരു കറക്റ്റ് സൗണ്ട് സെറ്റിങ്സിൽ തന്നെ എല്ലാ നോട്ടിഫിക്കേഷൻസും വരും എന്ന് നമുക്ക് വിശ്വസിക്കാം. ഇനി ആപ്പിളിൻ്റെ ഫീഡ്ബാക്ക് ആപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് റീസെൻ്റ് ആയിട്ട് 10 ആക്ടിവിറ്റീസ് ആണുള്ളത്. iOS 27 ബീറ്റ 3 വിശേഷങ്ങൾ നോക്കാം. ഇവിടെ ഏറ്റവും ആദ്യം തന്നെ എയർപ്ലെയിൻ്റെ നോൺ ഇഷ്യൂസ് വരുന്നുണ്ട്. എയർപോർട്ട് മാക്സ് 2 നോൺ ഇഷ്യൂസ് വരുന്നുണ്ട്. ഇതേപോലെ കുറേ ഇഷ്യൂസാണ് ആപ്പിൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. iOS 27 എപ്പോഴും ഞാൻ പറയുന്നത് പ്രൈമറി ഡിവൈസിലൊക്കെ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ കുറേയധികം ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ക്യാമറയിൽ ഇപ്പോഴും ഇൻ ദ ക്യാമറ ആപ്പ് പോർട്രേറ്റ് മോഡ് ബ്ലർ എഫക്റ്റ് മൈറ്റ് റെൻഡർ ഇൻകറക്റ്റ്ലി ഓർ ഫോട്ടോസ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഈ ഫോട്ടോസ് എടുക്കുമ്പോൾ ചില സമയത്ത് ബേറ്റാസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത ഡിവൈസിൽ ഫോട്ടോസ് എടുക്കുമ്പോൾ ആ ഒരു ഫോട്ടോൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് മുന്നേ ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഫോട്ടോൻ്റെ റിസൾട്ട് വരാതിരിക്കുകയോ ചെയ്യും. ഇതെല്ലാം ബഗ്ഗാണ്. കാരണം ബേറ്റ് ഇടുന്നതുകൊണ്ട് നിങ്ങളുടെ ഫോണിൽ വരുന്ന പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് പ്രൈമറി ഫോണിൽ ഒരിക്കലും ബേറ്റ ഇൻസ്റ്റാൾ ചെയ്യാൻ നിൽക്കരുത്. സോ ഇതേപോലത്തെ കുറേയധികം മാറ്റങ്ങളും അതോടൊപ്പം നോൺ ഇഷ്യൂസും അതോടൊപ്പം കുറേയധികം റിസോൾവ് ഇഷ്യൂസും ആപ്പിൾ ഈ ഒരു ഫീഡ്ബാക്ക് ആപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ബഗ്ഗോ ബാക്കിയാണെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ആപ്പിളിലെ ഫീഡ്ബാക്ക് ആപ്പിൽ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ തൊട്ട് താഴത്ത് കമൻറ്റ് ചെയ്യാം. ബാക്കി കുറേ യൂസേഴ്സിന് അതെന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. അതോടൊപ്പം ഈ ഒരു അപ്ഡേറ്റ് ശേഷമുള്ള പെർഫോമൻസ് വയ്ക്കുകയാണെങ്കിൽ അത് ഞാൻ എന്തായാലും പറയും ഹാറ്റ്സ് ഓഫ് ടു ആപ്പിൾ. നല്ല സ്മൂത്തായിട്ടാണ് എനിക്ക് ഇത്രയും നേരം ഉപയോഗിച്ചിട്ടും ആപ്പിളിൻ്റെ ഈ ഒരു അപ്ഡേറ്റ് എന്ന് ഫീൽ ചെയ്യുന്നത്. വലിയ ലാഗോ പെർഫോമൻസ് ക്ലട്ടറിങ്ങോ ഒന്നും എനിക്ക് പെർഫോമൻസിന് ഫീൽ ചെയ്യുന്നില്ല. ബാറ്ററി ഇഷ്യൂസ് നോക്കാം. നമുക്ക് നേരെ സെറ്റിങ്സ് എടുക്കാം. ബാറ്ററി എടുത്തിട്ട് ഇപ്പോൾ ബാറ്ററി ഹെൽത്ത് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ബാറ്ററിയുടെ മാക്സിമം കപ്പാസിറ്റി ആണ് 90% ആണ്. ഇപ്പോൾ എൻ്റെ ബാറ്ററിയുടെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത് സൈക്കിൾ കൗണ്ട് 349 ആണ്. എൻ്റെ ഡിവൈസിൻ്റെ ബാറ്ററി ചാർജിങ് പാറ്റേൺ എന്ന് പറയുന്നത് 90 ആണ്. ഞാൻ എപ്പോഴും പറയാറുണ്ട് മാക്സിമം ഞാൻ ഈ പറഞ്ഞ 90 എപ്പോഴും എൻ്റെ ഡിവൈസിൻ്റെ ബാറ്ററി ചാർജിങ് പാറ്റേൺ വെക്കാറ്. ഇനി തേർമൽ മാനേജ്മെൻറ്റും ബാക്കി കാര്യം ചോദിക്കുമ്പോൾ ഇത്ര നേരം ഞാൻ എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴും എനിക്ക് യാതൊരു ചൂടും ഈ ഒരു ഡിവൈസിൽ ഫീൽ ചെയ്യുന്നില്ല. സൈഡ് ഗ്രിൽസിലാണെങ്കിലും എനിക്ക് വലിയ ചൂടോ ബാക്ക് എൻഡിലും വലിയ ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല. വിച്ച് മീൻസ് തേർമൽ മാനേജ്മെൻറ്റും അത്യാവശ്യം കൂളായിട്ട് തന്നെ ആപ്പിൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്കമിങ് അപ്ഡേഷൻസും ബാക്കി കാര്യങ്ങളും എന്നാണ് വരാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു വീക്കിൽ 2 ബേറ്റാസാണ് വന്നിരിക്കുന്നത്. iOS 27 വന്നിട്ടുണ്ട്, iOS 26.6 ബേറ്റ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കിൽ നമുക്ക് iOS 26.6 RC റിലീസ് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് പബ്ലിക് റിലീസ് iOS 27 പബ്ലിക് റിലീസും നെക്സ്റ്റ് വീക്കിലായിരിക്കും മേ ബി വരാൻ പോകുന്നത്. അങ്ങനെ വന്നാൽ നമുക്ക് iOS 27 ബീറ്റ 3 ഒരു റിലീസും കൂടെ ലഭിക്കും. ആൻഡ് ഏറ്റവും ലാസ്റ്റത്തെ അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റ് ഈ ഒരു വീക്കിൽ iOS 27
ബീറ്റ 4ഉം iOS 26.6ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷനും നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ത്രൂ ഔട്ട് ഓഗസ്റ്റിൽ നമുക്ക് iOS 27ൻ്റെ പുതിയ ബീറ്റാസ് റൺ ചെയ്ത് iOS 27ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ മിഡ് ഓഫ് സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും നമുക്ക് ലഭിക്കും. ഇൻക്ലൂഡിങ് iPhone 18 Pro സീരീസും നമുക്ക് അതിൻ്റെ കൂടെ വരുന്നുണ്ടാവും. സോ ഇതൊക്കെയാണ് iOS 27ൻ്റെ ബീറ്റ 3യിലെ പുതിയ വിശേഷങ്ങളും ബാക്കി കാര്യങ്ങളും എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടം തീർക്കുക. ഇതേപോലെ ആപ്പിളിൻ്റെ അടിപൊളി കാര്യം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻക്ലൂഡിങ് ഇതേപോലത്തെ കിടിലം വാൾപേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ഓൾ വീഡിയോ. This is Jevin Xavier signing from Evica.